കുട്ടികളായ കുറച്ച് വാശിയും വികൃതിയൊക്കെ വേണ്ടേ? ആഷിക്കിന്റെ അല്ലേ മോൻ? മാഷിന് ഓർമ്മയില്ലേ, സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്ന അന്ന് രാവിലെ ആഷിക്കിനെ കാണുന്നില്ല. എല്ലായിടത്തും തെരഞ്ഞു. അവസാനം നമ്മുടെ പത്തായപ്പുറേ ഞാൻ അവനെ കണ്ടുപിടിച്ചത്. അത് തന്നെ. ഒളിച്ചിരിക്കായിരുന്നു. ആ അപ്പൊ അച്ഛന്റെ മക്കൾ തന്നെയാ. ദേ ഇന്നലെ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത് ABCD എഴുതാൻ പറഞ്ഞു. ആ എഴുതി അരമണിക്കൂർ എഴുതി. പിന്നെ എന്നോട് പറയാ എഴുതി കൈയെല്ലാം വേദനിച്ചു എന്ന്. ഡാ അപ്പോ നീ പോയി ആ ബുക്കിന് എടുത്തോണ്ട് വന്നേ, എല്ലാരും ഒന്ന് കാണട്ടെ. അരമണിക്കൂർ കൊണ്ട് നീ ഇത്രയൊക്കെ എഴുതിയോ കൊച്ചു കള്ളി? എനിക്ക് ഐസ്ക്രീം വേണം. നിങ്ങളെ ഫോണിന്റെ കാര്യം എന്തായി? ഓ എന്ത് പറയാനാ, 1.5 കൊല്ലമായി പൈസ കെട്ടിയിട്ട്. ദാ ഇന്ന് വരും നാളെ വരും എന്നല്ലാണ്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ വേണമല്ലേ ഇപ്പൊ സൂപ്രണ്ട്? മാഷ് ഒന്ന് കണ്ട് കാര്യം പറയും. ഒന്നുമില്ലേലും നിങ്ങളവനെ പഠിപ്പിച്ചല്ലേ? ഓനും ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പുതിയ പുരയിലേക്കാവട്ടെ. മണി 8:10 ഓനിപ്പോൾ വിളിക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഇറങ്ങുന്നില്ലല്ലോ. എന്തൊരു സാധനമാണിത്. ഛേ, എൻ്റെ മുഞ്ചത്തി ചക്കരക്കുട്ടി. ഒന്ന് ഇറങ്ങുമോ? ഒരു മിനിറ്റ്. ഹലോ. ഹലോ, നമ്മളെ വന്നിരിപ്പുണ്ട്. എത്ര നേരമായി? ഉമ്മയാ, എനിക്ക് വേറെ കോള് വരാനുണ്ട്. എന്താണ് ഒരു മര്യാദ ഇല്ലാതെ? ഹലോ, ആ മഷിടുണ്ട്, കൊടുക്കാം. ഓനാ? ആ ഹലോ മോനെ. ആ ആണാ? ഇവിടെ ഒരാൾ അരമണിക്കൂറായി കൂട്ടിക്കയറി നിൽക്കുന്നത്. ഇപ്പോഴാ താഴത്ത് വെച്ചേ. എന്താ? ആ പടവ് തുടങ്ങി. പൈസയൊക്കെ തീർന്നു. വിചാരിച്ചിടത്തൊന്നും നിൽക്കുമെന്ന് തോന്നണില്ല. ആ നമ്മുടെ കണ്ണാരൻ്റെ നിന്ന് കുറച്ച് പൈസ പലിശക്ക് എടുത്തു. ആ മതി. നീ വരുമ്പം കൊടുക്കാന്നാ പറഞ്ഞേ. ആ ശരി, ദേ ഇവിടെ അടുത്തുണ്ട്. കൊടുക്കാം. ദേ ഇന്നാ. അല്ലേ വേണ്ട, നീ അകത്തേക്ക് പോ. വാ. അതെ, രണ്ടാളും ഇങ്ങ് വന്നേ. നമുക്ക് അവിടെ ഇരിക്കാം, ഉമ്മ സംസാരിക്കട്ടെ. വാ അവിടെ പോയി ഇരിക്കാം നമുക്ക്. വാ വല്യപ്പ ഒരു കഥ പറഞ്ഞുതരാം. പാവം, കൊറേ ആയില്ലേ ആഷിക്ക് പോയിട്ട്. ഇങ്ങി സംസാരിച്ചോ? എന്നിട്ട് എന്ത് പറഞ്ഞു? വരാന്ന് പറഞ്ഞു പെട്ടെന്ന്. ഇങ്ങട് ശരി. മതി. നീ വെറുതെ ബേജാറാവണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ഇൻഷാ അല്ലാ. ശരി, വെക്കട്ടെ. ഓ രക്ഷപ്പെട്ടു. നമുക്ക് പോവാം. ശരി, അന്ന് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ മാഷേ. ജോസഫേ, 1/2 ഇഞ്ചും 3/4 ഇഞ്ചും മാത്രം PVC, ബാക്കിയെല്ലാം മറ്റേതാ GA മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ ലിസ്റ്റ് പോലെ. ജോസഫേ, ചെലവൊക്കെ കയ്യിന്ന് വിട്ട് പോയിക്കുന്നു. ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ എഴുതണേട്ടാ. എന്താ മാഷെ അങ്ങനെ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് കൂടുതൽ മേടിക്കോ മാഷേ? ഇല്ല, ഇപ്പൊ കൂട്ടിയാലും നമ്മുടെ ഈ തരാനൊന്നുമില്ല. ഉണ്ടായതും കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് എടുത്തതും എല്ലാം തീർന്നു. ഇനി ആഷിക്ക് വന്നിട്ടേ ഉണ്ടാവും. അതിന് ഞാൻ നിങ്ങളോട് വല്ലതും ചോദിച്ചോ? പൈസയൊക്കെ നമ്മൾ ആഷിക്കിനോട് മേടിച്ചോളാം. ഇമ്മക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്. പൈസക്ക് പൈസ തന്നെ വേണമല്ലോ. അത് ഓനാണെങ്കിലും ഞാനാണെങ്കിലും. ഗരീബോं की सुनो
वो तुम्हारी सुनेगा तुम एक पैसा दोगे वो 10 लाख देगा. കേട്ടാ കേട്ടാ, അതാണ് അതിന്റെ ഒരു ശരി. എന്നാ പിന്നെ നമ്മളറിയട്ടെ, സാധനം പെട്ടെന്ന് അയക്കണേ. ഇപ്പം തന്നെ വിടാം. പോവാ. ആ മാഷ് ബേജാറാവണ്ട. പുറപ്പണിയാവുമ്പോ കുറച്ച് കടമൊക്കെ പറയും. പണി തീരുമ്പോ നമ്മൾ കൊടുക്കൂലേ? അത് എന്നെ ബേജാറ്. പണി തീരുമ്പം കൊടുക്കണമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കിടന്ന ഉറക്കം വരൂല. മാഷ് വെറുതെ ടെൻഷൻ പിടിക്കണ്ട. നമ്മൾ ടെൻഷൻ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും പ്രശ്നം പ്രശ്നത്തിന് പഠിക്കൂ. അത് ശരിയാ. എന്നാലും പറയാണ്ടിരിക്കാൻ വണ്ടി പറ്റും. അവിടെ എന്താ മീതെന്താണ് കല്ലും കൊണ്ട് അവൻ പോണം, അവനെ കൊണ്ട് കല്ല് പോണം. പക്ഷെ ഒരു മിനിറ്റ്, ഒന്ന് പിടിച്ചു കൊടുക്കടാ, ഒടിഞ്ഞു പോകും. പറ്റാത്ത പിന്നെന്താ മൂന്നാളും പുരയിലൊന്നും പോകാണ്ട് ഇവിടെ തന്നെ നിക്കണേ? ഒന്നും പറയണ്ട മാഷേ, ദേ ഇവന് ഇന്ന് തന്നെ ഇങ്ങോട്ട് താമസം മാറ്റിയാ കൊള്ളാന്നുണ്ട്. ആണടാ. വെളുപ്പ ഇതിന്റെ അകത്ത് ഏതാ എന്റെ മുറി? നിനക്കെന്തിനാ മുറി? ഈ വീട് തന്നെ എനക്ക് ഉള്ളതല്ലേ. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയല്ലേ നിങ്ങളുടെ വാപ്പ കഷ്ടപ്പെട്ട് ഈ വീട് പണിയുന്നേ. ആ മുറി എനിക്കുള്ളതാ. മോളെ, നീ ബേജാറാവണ്ട. നിനക്കും ആഷിക്കിനുള്ള മുറി മേളില. ഞാൻ അതല്ല നോക്കിയത്. നമ്മളെ വീട്ടിൽ മാഷ് വളർത്തുന്ന കുറെ പല്ലികളും പാറ്റകളും ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഏടെ കൊണ്ടുവന്ന് വെക്കാനാ? ഓ, അത് ഞാനങ്ങ് മറന്നു. ദേ മേസ്ത്രിയെ, അതിനുള്ള ഏർപ്പാടും കൂടി അങ്ങ് ചെയ്തോ. മാഷ് അത് ചെയ്യണേ ചെയ്യും, അതിനകത്തൊരു അതിശയില്ല. മാഷേ, ഞങ്ങള് പോണു. അമ്മ ഞാനില്ല. ഞാനില്ലാതെ പിന്നെ പോരാ നോക്ക്. ഞാൻ വരുന്നില്ല. ഞാൻ വെങ്ങില്ല. നിനക്ക് പഠിക്കാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എടാ നോക്കിപ്പോ. ആ കേറിക്കോ കേറിക്കോ. അപ്പാ ആ പോവാം. ആ നീ കേറി. ഓക്കെ, ലവ് യു. പോട്ടെ. ടാറ്റാ. ടാറ്റാ. അല്ല മാഷേ, ഈ ആഷിക്കിന് ചെറിയ എന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്ത് ഇവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ? ഇവരൊക്കെ വിട്ട് എന്തിനാ മരുഭൂമി പോയി കിടക്കണത്? ഈ പൊരപ്പണി കഴിഞ്ഞാ ഓൻ ഇവിടെ എന്തെങ്കിലും കച്ചവടം തുടങ്ങാന്നാ വിചാരിക്കുന്നേ. കെട്ടികളും മക്കളോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താക്കാനാ? എനക്കറിയോ, ഇന്റെ നിക്കാഹിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ആമിനെ പിരിഞ്ഞിരുന്നിട്ടില്ല. പടച്ചനോളങ്ങ് നേരത്തെ വിളിച്ചു. ഷൈനി മോളെ കാണുമ്പം ചിലപ്പം വല്ലാത്ത വിഷമം തോന്നും. ഫോൺ വരുന്നതും കത്ത് വരുന്നതും കാത്തിരിക്കുകയാ പാവം. എന്നാ ഒന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചങ്ങ് നടക്കും. എല്ലാം ശരിയാവും മാഷേ. ഈ പൊരയിലേക്ക് നിങ്ങൾ താമസം മാറ്റിയ പിന്നെ ഉണ്ടല്ല, നിങ്ങൾക്ക് നല്ല ആലോചിക്കും. എല്ലാം പടച്ചോന്റെ കയ്യിലാ. നിങ്ങളെ നല്ല മനസ്സിന് നിങ്ങൾക്ക് നല്ലതേ വരൂ. എന്നാലും കടം വാങ്ങി പുര ഉണ്ടാക്കുമ്പം ഒരു പേടിയാ. തിരിച്ചടക്കണ്ടേ? അവൻ തന്നെ ഒരാൾ ജോലി ചെയ്ത് തീർക്കണ്ടേ? നിങ്ങൾ ബേജാറാവേണ്ടിരി. നമ്മക്ക് തന്നെ എത്ര കടമുണ്ടെന്ന് അറിയോ മാഷക്ക്? ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതാണ് ശരി മാഷേ. ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. എന്നാ ശരി, എല്ലാം ശരിയാവൂട്ടാ. ആ तेरे ये दो नैना चांद और सूरज. ആ ശരി, പാസ്ബുക്ക് എടുക്കണേ. ശരി മാഷ്. ആ ശരി എന്നാ. ആ ചെക്ക് പാസ്സായിരുന്നോ? ഓക്കെ, ഒരു മിനിറ്റ്. ആ എന്നാ ശരി. ആ ആഷിഖിൻ്റെ വാപ്പയല്ലേ? അതെ. ഉപ്പ എൻ്റെ പേര് ദിനേശ്.
ആണോ ഇരിക്കും. ഞാനും ആഷിക്കും ബഹ്റൈനിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാ വർത്ത For more updates, like, comment, subscribe to our channel.